എല്ലാവർക്കും നമസ്കാരം. മാസഫലത്തിലേക്ക് ഉള്ള ഫലങ്ങളാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത്. അത് ഇംഗ്ലീഷ് വർഷത്തിൻ്റെ മാസത്തിൻ്റെ ഇതിൽ വരുമ്പോൾ ആ പരിധി വരുന്നത് 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള കാലയളവിൽ. അതിലും ഈ ഗുരുപകർച്ചയുടെ ഫലം കാണുന്നുണ്ട്. അനുകൂലവും കുറച്ച് പേർക്ക് കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, ഈ 5 നാൾ ഇത് നോക്കുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്, അവിടെ ചെന്നാൽ അതിൻ്റെ രീതിയിൽ നമുക്ക് വിജയിച്ച് നേട്ടമുണ്ടാകും. വിദേശയാത്ര അല്ലെങ്കിൽ അയൽ സംസ്ഥാനത്തിലേക്ക് ജോലിയുടെ കാര്യങ്ങളായിട്ടുള്ള യാത്ര, അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാം, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള യാത്ര. അതോടൊപ്പം മീറ്റിങ്സുകൾ, പാർട്ട്ണർഷിപ്പ് ഡീലേഴ്സ് തമ്മിലുള്ള മീറ്റിങ്ങുകൾ, പുതുതായിട്ടുള്ള പ്രോജക്റ്റിനെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ട് കൂടുന്ന മീറ്റിങ്ങുകൾ, മറ്റ് ബിസിനസ് മീറ്റിങ്ങുകളെല്ലാം സക്സസ്ഫുള്ളായിട്ട് വരാൻ, വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ഉപയോഗവും, അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ വാഹനം മാറ്റിയെടുക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയും പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വളരെ അനുകൂല സമയമാണ്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തേടുന്നതിൽ, വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. വസ്തു ഇടപാട്, കൊടുക്കൽ വാങ്ങൽ, ഇത് നമുക്ക് അനുകൂലമായിട്ട് വരാൻ സാഹചര്യം കാണുന്നുണ്ട്. കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും. പുതുതായിട്ടുള്ള പ്രപ്പോസലുകൾ, വിവാഹ പ്രപ്പോസലുകൾ വരാനും, അതിൽ നല്ലത് നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം കണ്ടെത്തി അത് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന മാസമാണ് തുലാമാസം. തടസ്സങ്ങൾ ഏറെക്കുറെ പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവാധീനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരൻ ഗണപതി ഭഗവാൻ കൂട്ടുഗണപതി ഹോമം അമ്പലത്തിൽ ചെയ്യൂ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യൂ, കറുകമാല ഒരു 3 വ്യാഴാഴ്ചയെങ്കിലും ചെയ്ത് നാളികേരം ഉടച്ച് പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ വിശേഷം. ഇത് 3 വ്യാഴാഴ്ച ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് അനുകൂലമായിട്ട് നല്ല രീതിയിൽ വരും. തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, ഈ നക്ഷത്രക്കാരിലേക്ക് നമുക്ക് പോകുമ്പോൾ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിലൊന്ന്, നമ്മുടെ പിതൃപൂജകൾ എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലോപം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മാറ്റിവെച്ച് മറന്നുപോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കോപശാപങ്ങൾ നമുക്കോ നമ്മുടെ തലമുറയോ ബാധിക്കാൻ പാടില്ല. അപ്പം അതിനുള്ള പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്യുന്നത് വളരെ വിശേഷം. ജലഹോമം ചെയ്യുക, പ്രായശ്ചിത്ത ബലിക്രിയകൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. എന്നെ മറന്നോ എന്നുള്ള പിതൃക്കളുടെ ആ കോപം അത് ശാപമായിട്ട് വരാതെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബദേവതകളെ നമ്മൾ ആരാധിക്കുന്നവരെ സംബന്ധിച്ചോളം ചില കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള കർമ്മങ്ങൾ, പൂജകൾ എന്തെങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷം. ചിലപ്പോൾ കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പോയി ചെയ്യാനുള്ള ദൂരം കൂടുതലുണ്ടെങ്കിൽ, ആ സങ്കല്പം ശാക്തേയമായിരുന്ന ദേവീക്ഷേത്രത്തിലോ, ശൈവമായിരുന്നാൽ ശിവൻ്റെ അമ്പലത്തിലോ, വൈഷ്ണവമാണെങ്കിൽ അത് വിഷ്ണുവിൻ്റെ അമ്പലത്തിലോ അതിനുള്ള പ്രാർത്ഥനയും പ്രായശ്ചിത്വവും ചെയ്താൽ നല്ലതാണ്. നിവേദ്യം, പുഷ്പാഞ്ജലി, അലങ്കാര ചാർത്ത്, ഉടയാട കൊടുക്കൽ,
പട്ട് നടക്കി വയ്ക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ചെയ്താൽ ആ കുടുംബ ദേവതകളുടെ തുണ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി ഈ നക്ഷത്രക്കാരിലേക്ക് നമുക്ക് നോക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെയും പറയേണ്ടിയിരിക്കും. അതിലൊന്ന് ശത്രുദോഷമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശത്രുദോഷം എന്ന് പറയുമ്പോൾ വൈരാഗ്യം എന്നും പറയും. അതിനെ ലോപിച്ച് ചിലപ്പോൾ വാശി അല്ലെങ്കിൽ അസൂയ, നമ്മളോടുള്ള വിരോധം എന്നൊക്കെ പറയും. അത് ബന്ധു വഴിയുള്ള ശത്രുദോഷവും പണ്ടേക്കേ നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ട്, കുടുംബത്തെ ബാധിക്കുന്ന തരത്തിലുണ്ട്. അതുകൂടാതെ ജോലി സ്ഥലമോ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശത്രുക്കൾ പുറമേക്കുള്ളതുണ്ട്. അതുകൂടാതെ പരിസരത്തുള്ള ശത്രുദോഷം, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുള്ള 1-2 ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന എതിർപ്പുകൾ, വൈരാഗ്യങ്ങൾ. ഇത് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ മുൻപ് കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പല അനർത്ഥങ്ങളും നമുക്ക് വീട്ടിൽ പലർക്കുമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യം. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. അത് വീഴ്ച, ആക്സിഡൻറ്റ്, പടി ഇറങ്ങുമ്പോഴോ വണ്ടിയിൽ നിന്നോ ബാത്റൂമിലോ തലചുറ്റിയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ദഹനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, സന്ധിവേദനകൾ, ഉപ്പൂറ്റി വേദനകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം 20 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ നല്ല എഫർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പേപ്പറിനോ വിഷയത്തിനോ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ ടെൻഷൻ, എന്നെ കൊണ്ട് പറ്റൂ ഇല്ലയോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, എക്സാം ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ടെൻഷൻ, ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുൻവിധി നമ്മളെ വേട്ടയാടുന്ന മാനസിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ എക്സാമിൽ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് ഗ്രോത്തായിട്ട് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതിനിയും ആവർത്തിക്കാൻ പാടില്ല. നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ലോസ് വരാൻ പാടില്ല. അതോടൊപ്പം പല പ്രപ്പോസലുകളും നോക്കിയിട്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഉറയ്ക്കാതെ നീണ്ടു പോകും. ഇതിൻ്റെ ഇടയ്ക്ക് സ്വന്തക്കാരി വഴി കൊണ്ടുവന്നിട്ടുള്ള പ്രപ്പോസൽ നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളത്, അത് പെണ്ണ് കണ്ട് പയ്യനെ കണ്ട് എന്നിട്ട് പോലും അതൊരു തീരുമാനത്തിലെത്താതെ തെറ്റിപ്പോകും. ഏജ് ഓവറായി വരുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹവും കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല നേർച്ചകളും കാര്യങ്ങളും വീട്ടുകാരൊക്കെ ചെയ്താലും നടക്കുന്നില്ല എന്നുള്ള നിരാശ. അപ്പം എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല, നല്ലൊരു ബന്ധം നടക്കും. അതിൻ്റേതായിട്ടുള്ള ഒരു ഉറച്ച കാര്യം ഉറപ്പിക്കുക, അല്ലെങ്കിൽ നടത്തിയെടുക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ് ആകുക, ആ തരത്തിൽ പല മേഖലയിൽ നിൽക്കുന്നവർക്ക് മുൻപോട്ട് പ്രയാണത്തിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ദൈവാധീനം കൂടെ അനുകൂലം ഉണ്ടായാൽ നല്ലത്. അതിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഗൃഹത്തിൽ ഭഗവതി സേവ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്താൽ നമുക്ക് നേരിടേണ്ട, നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഈശ്വരാധീന അനുകൂല സ്ഥിതി ഉണ്ടാകും. ഇനി ഗൃഹത്തിൽ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്താലും മതി. ദേവീക്ഷേത്രത്തിൽ ഒരു 3 ദിവസമെങ്കിലും ഭഗവതി സേവ ചെയ്യുന്നത് വളരെ വിശേഷം. അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാകും. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം ഈ 5 നക്ഷത്രക്കാരിൽ ഈ വൃശ്ചിക മാസത്തിൽ വളരെ നല്ല മാറ്റങ്ങളുണ്ടാകും. അതിൽ ഈ രോഗാദി ദുരിത ബന്ധനങ്ങൾ, സ്കിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം.
അതോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ സാധ്യത വരുന്നുണ്ട്. 1-2 കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനും അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ സാമ്പത്തിക മെച്ചവും അക്കോമഡേഷനും എല്ലാം കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരാനും ദൈവാധീനം കാണുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതയിൽ നമ്മൾ തള്ളിക്കളയുന്നത് ശരിയായ തീരുമാനമായിരിക്കില്ല, നഷ്ടമുണ്ടാകും. സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സ്ഥലത്തുള്ള ചില വേട്ടയാടലുകൾ, നമ്മളെ മാറ്റി നിർത്തുക, നമ്മളെക്കാട്ടി കഴിവില്ലാത്തവരെ കൊണ്ട് ചെയ്യിക്കുക, നമുക്കൊരു അംഗീകാരം തരാതിരിക്കുക, ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, ചില നുണയും പാരവയ്പ്പും കേട്ട് ചില ഫോക്കസിൻ്റെ കളിയിൽ പെട്ട് നമ്മളെ ബലിയാടാക്കുന്ന അവസ്ഥ, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭീഷണികൾ, അല്ലെങ്കിൽ പൊളിറ്റിക്സും ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വന്നുകൂടായിരിക്കില്ല. ഒരു കരുതൽ വേണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മാസം. ഇവിടെ യാഥാർത്ഥ്യമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ചില പ്രശ്നങ്ങളിൽ അപവാദം കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് യുവാക്കൾ മനസ്സാ വാച കർമ്മണ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോലും കാണാത്ത ചില കാര്യങ്ങളിൽ നമ്മളെ പേര് വലിച്ചഴയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നമ്മുടെ മനോധൈര്യം നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. തളർന്നിട്ട് കാര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹത്തിൽ പലതരത്തിലുള്ള നെഗറ്റീവ് അസ്വസ്ഥതകൾ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം. ചില്ലുടയുക നിരന്തരം, അത് കണ്ണാടിയുടെ മുഖം നോക്കുന്നതോ അലമാരിയുടെയോ ടീപ്പോയുടെയോ ജനലിൻ്റെയോ ഉടഞ്ഞിരിക്കണമെങ്കിൽ അത് മാറ്റിയിടുന്നതായിരിക്കും ഉചിതം. ഉടഞ്ഞ ചില്ലുള്ളത് ഒരു ജിന്നെന്ന് പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ മൂദേവി എന്ന് പറഞ്ഞ രീതിയിലോ നമ്മളെ പല കാര്യത്തിനും നെഗറ്റീവ്. അതോടൊപ്പം തന്നെ അഗ്നി ഭയങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. അരി വടിക്കുമ്പോൾ തിളച്ച വെള്ളം കാപ്പി ചായ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ സിംറ്റം ആണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ ബാധിക്കേണ്ടത് ഒഴിവായിപ്പോകുന്നതിൻ്റെ സിംറ്റം നമുക്ക് ഈ നക്ഷത്രക്കാരുടെ വീട്ടിൽ അനുഭവത്തിൽ സ്വന്തം അനുഭവത്തിൽ കാണാൻ സാധിക്കും. അതിലൊന്ന് പെറ്റുകൾ ചത്തുപോകുക എന്നുള്ളതാണ്. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പെറ്റുകൾ, ആട്, പശു, നായ്, പൂച്ച, കോഴി, പ്രാവ്, ഇങ്ങനെ പലതരത്തിലുള്ള മത്സ്യമായിരുന്നാലും ശരി തന്നെ അത് പെട്ടെന്ന് വിയോഗം ഉണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കേണ്ട ദോഷം നമുക്ക് കുറച്ച് സങ്കടം കുറേ കാലത്തേക്ക് ഉണ്ടാവുമെങ്കിലും അത് നമ്മളെ ബാധിക്കുന്നതാണ് ആ തരത്തിൽ പോകുന്നുള്ളതായ യാഥാർത്ഥ്യം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മുരുകൻ അഭിഷേക പുഷ്പാഞ്ജലി ചെയ്തതിനു ശേഷം പാല് അല്ലെങ്കിൽ ഇളനീര് അല്ലെങ്കിൽ പനിനീര് ഇത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ചെയ്ത് നക്ഷത്ര ഇത് കൽപ്പിച്ച് അർച്ചന പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ്. കാര്യങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പുരുരുട്ടാതി ഈ 5 നക്ഷത്രക്കാരിൽ വളരെ നല്ല ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ട്. ബിസിനസ് വിപുലീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ അനുകൂലമാണ്. പാർട്ട് ടൈമായിട്ടൊരു ജോബോ അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ബിസിനസ്സോ സീരിയസ് ആയിട്ട് ചിന്തിച്ചാൽ അതിൽ വിജയം ഉണ്ടാകും. കാരണം ഇപ്പം പല ചെറുകിട ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ അത് ഓൺലൈൻ ബിസിനസ്സായിട്ട് ചെയ്യുന്നത്, തുണിത്തരങ്ങൾ, ചെരുപ്പുകൾ, ബ്യൂട്ടി ഐറ്റംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു വരുമാന മാർഗം എന്നുള്ളതിലുപരി അതൊരു പ്രൊഫഷണൽ ആവാനുള്ള സാധ്യതയും ഈ വൃശ്ചിക മാസത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കാനും കാലെടുത്ത് വെച്ചാലും സാധ്യത ഭാവിയിൽ വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ ശരിയായിട്ടുള്ള സ്ഥലത്താണോ നമ്മുടെ പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ പൂജാമുറി, അത് നോക്കിയിട്ട് വാസ്തുനിമിത്തവും കൂടി കണ്ടെത്തി അത് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അനുകൂലവും ദൈവാധീനവും കൂടുതലായിട്ട് വരും. ഇതിൽ കേതുവിൻ്റെയും രാഹുവിൻ്റെയും മൗഢ്യം കൊണ്ടുണ്ടാകുന്ന ബന്ധനദോഷം അത് പലരെയും മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതൊരു ഒറ്റപ്പെടൽ പോലെ ഫീൽ ചെയ്യുക, എന്നെ മനസ്സിലാക്കാതെ എന്നെ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തി എന്നുള്ള ഒരു അപകർഷതാബോധത്തിലേക്ക് നയിക്കുക.
ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തി, ഫംഗ്ഷന് നമ്മളെ വിളിച്ചില്ല, മാറ്റി നിർത്തി, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിച്ചില്ല, ഈ തരത്തിലുള്ള ഒരു സ്വയമായിട്ടുള്ള ഒരു അപകർഷതാബോധം വന്നുകൂടായില്ല. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. എനർജി ആർജവത്തോടു കൂടി നമ്മൾ പുറത്തു വന്നേ പറ്റൂ. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യവഹാരത്തിൽ കിടക്കുന്നതല്ല. അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചോളം സെറ്റിൽമെൻറ്റിലേക്ക്, ഒത്തുതീർപ്പിലേക്ക്, ഒരു വീട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ കൂടെ മുൻകൈ എടുത്ത്, കാരണം നഷ്ടം സമയവും സാമ്പത്തികവും മാത്രമല്ല, അവരവരുടെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഉയർച്ചയെ അത് ബാധിക്കും. ഈ തർക്കം ഇങ്ങനെ കിടന്നാൽ കുടുംബ കോടതിയിൽ കിടക്കുന്ന വ്യവഹാരങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു പുറത്ത് ഒരു സെറ്റിൽമെൻറ്റിനുള്ള സാധ്യതയും വളരെ അനുകൂലമായിട്ട്, നമ്മുടെ ലൈഫ് എന്തിനായിട്ട് ഇങ്ങനെ കോടതി കയറി ഇറങ്ങി തീർക്കുന്നതിനെ പറ്റിയിട്ടൊരു തീരുമാനം ഉണ്ടാകണം. അതുപോലെ തന്നെ കുടുംബ കോടതിയിൽ ചെലവിന് അല്ലെങ്കിൽ ആ തരത്തിൽ നഷ്ടപരിഹാരമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ. ലീഗലായിട്ട് നിൽക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, നിയമവശം നീണ്ടു പോകുന്നു, അതിങ്ങനെ മേൽക്കോടതി ഹൈക്കോടതി ഇങ്ങനെ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു ധാരണയുടെ പുറത്ത് ചില കാര്യങ്ങൾ സെറ്റിൽമെൻ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ, പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ലീഡേഴ്സിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ, മത്സരങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കും എന്ന് കരുതി, സപ്പോർട്ട് ചെയ്യും എന്ന് കരുതി പല വ്യക്തികളും ടീമുകളും വളരെ എന്തോ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടേണ്ട അനുകൂല കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നതായിട്ട് കാണാം. മനസ്സും ശരീരവും തളർന്നു. അപ്പം ഇവിടെ ചില കളികൾ നമുക്കെതിരെ നടക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മൾ കുറച്ച് നേരത്തെ കൂടെ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ നഷ്ടം വരാതെ നമുക്കവിടെ ഗുഡ്വില്ലോടുകൂടി നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാൻ പറ്റും. ആ കരുതൽ ഈ വൃശ്ചിക മാസത്തിൽ പ്രത്യേകിച്ച് വേണം. പൊളിറ്റിക്സ് മേഖലയിലായിരുന്നാലും സംഘടനാ മേഖലയിലായിരുന്നാലും പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതായിരുന്നാലും ശരി തന്നെ ഇത് ബാധകമാണ്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് പഞ്ചഭൂതാധിപനായിട്ടുള്ള ശിവഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാന് 5 ദ്രവ്യങ്ങൾ സമർപ്പിക്കണം 5 ദിവസമായിട്ട്. അതിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഭസ്മം, അത് അഭിഷേകമായിട്ട് ചെയ്യാം. അതുപോലെ വില്ലോകത്ര, കൂവളം മാലയായിട്ട് ചാർത്തണം. അതുപോലെ തന്നെ ഭഗവാന് ധാര അഭിഷേകമായിട്ട് ചെയ്യും, ധാരയായിട്ട് ചെയ്യാം. നല്ലെണ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അതോടൊപ്പം ഭഗവാൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള മറ്റൊരു സംഗതി ഇളം നീര്, കരിക്ക്. ഇത് 5 ദിവസം സമർപ്പിച്ച് പുഷ്പാഞ്ജലി ചെയ്താൽ പ്രശ്നങ്ങളിൽ ഉഴലുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം വളരെ നല്ല ഈശ്വരാനുഗ്രഹം നേടി മുന്നോട്ട് പോകാൻ വഴി തെളിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉത്രട്ടാതിയും രേവതിയാണ് അടുത്ത നക്ഷത്രം. ആ നക്ഷത്രക്കാരിൽ നോക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങൾ നേരിടേണ്ട സമയം. ജാമ്യം നിന്നിൽ ഉണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് വരും, വ്യാകുലത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നോട്ടീസ് വരും, ലേലത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. വീട് മാറി താമസിക്കണോ, ഈ വീട്ടിൽ നിന്നാലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വീട്ടിനകത്തൊരു സ്വസ്ഥതയില്ല, കുടുംബകലഹം, ഡിവോഴ്സ് വരെ ചിലപ്പോൾ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള രൂക്ഷ പ്രശ്നങ്ങളൊക്കെ ഈ വീട് മാറിയാൽ തീരുമെന്ന് ചിന്തിക്കുന്നവർക്ക് മാറുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. നിസ്സാര കാര്യങ്ങളുണ്ട്. ഫോൺ വിളിച്ചാൽ എടുത്തില്ല, ഫോൺ വിളിച്ചാൽ എന്ത്, ഫോൺ വിളിക്കുന്നതിന് മെസ്സേജ് ഇടുന്നതിന്, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ, സംസാര വിഷയങ്ങൾ
അത് പിന്നെ വേറൊരു തരത്തിലേക്ക് പോകുന്ന അവസ്ഥ. പിന്നെ എല്ലാ കാര്യത്തിലും എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത അവസ്ഥ. സാമ്പത്തിക ക്രയവിക്രയത്തിലെ തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഇതൊക്കെ അനുഭവപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട് മാറി വേറൊരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നതുകൊണ്ട് തെറ്റില്ല. അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനമെടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നവരുടെ സമയത്തോളം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അതിൽ ബിസിനസ് ചെയ്യുന്നവരുടെ സമയം, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തോളം വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ തൊഴിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധ, അതോടൊപ്പം അതിൻ്റെ താല്പര്യത്തിൻ്റെ എൻഡ് അത് കുറച്ച് ഉൾക്കാഴ്ചയോടുകൂടി ചെയ്താൽ ദോഷവും നഷ്ടവും വരില്ല. ഇവിടെ നമുക്ക് ദൈവാധീനത്തിന് വേണ്ടി അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷം. ശാസ്താവിന്, അയ്യപ്പന് എള്ളുകിഴി നീരാഞ്ജനം 8 ദിവസം ചെയ്യണം. പ്രത്യേകിച്ച് ഈ വൃശ്ചിക മാസത്തിൽ അതിൻ്റെ ഫലം, ഭഗവാന്റെ അനുഗ്രഹം വളരെ. എന്ത് ശനി രാഹു ദോഷങ്ങളുണ്ടെങ്കിലും നമുക്കത് ബാധിക്കാതെ മറികടന്ന് പോകാൻ പറ്റും. ഇന്നിവിടെ ഈ മാസഫലം നമുക്ക് തൽക്കാലം നിർത്തുകയാണ്. വീണ്ടും നമുക്ക് നേരിടും.